Welcome to Airtel 5G Plus and Maruti Suzuki presents Big Boss Malayalam Season 5 Battle of the Originals, co-presented by Swayambara Silks, Ujala, Amrutavedi Hair Elixir. അനുനിമിഷം സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്ന ബിഗ് ബോസ് വീട്ടിൽ 70-ലധികം ദിവസങ്ങൾ നിലനിൽക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. കാരണം സ്വന്തം പ്രകടനം മാത്രമല്ല, അത് പ്രേക്ഷകരിൽ എത്രത്തോളം മതിപ്പുണ്ടാക്കി എന്നതും ഈ വീട്ടിൽ നിലനിൽക്കാൻ വേണ്ട പ്രധാന ഘടകമാണ്. മികച്ച മത്സരാർത്ഥികൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ വീടിന്റെ നാഥനായ ക്യാപ്റ്റനാകുക എന്നത് തികച്ചും അഭിമാനകരമാണ്. അത്തരമൊരു നേട്ടം ആര് സ്വന്തമാക്കും എന്ന് നിർണ്ണയിക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് അടക്കം നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാനും തീരുമാനിക്കാനുമുണ്ട്. നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിരുന്നു അല്ലേ? അന്ന് എന്തൊക്കെയോ ഞങ്ങൾ തന്നു. എന്തൊക്കെയല്ല, ഓരോരുത്തർക്ക് ഓരോ ചെടി. അത് സൂക്ഷിക്കുന്നുണ്ടോ? ജനേഷൻ എന്താ കിട്ടിയത്? ഉലുവ. അതിന് പേരെന്തെങ്കിലും കേട്ടോ? ആ ചെടിക്ക് പേരിട്ടില്ല. എന്തായിരിക്കും പേരിടാൻ പോകുന്നത്? ഒരു ചെടിക്ക് പേരിടാം അല്ലേ? ചെടി എടുത്ത് വർത്താനം പറയാം. എന്താ പേരിടാൻ പോകുന്നത്? ഞാൻ എന്റെ പേര് ജുനു. ജുനു ലാലേട്ടൻ പറഞ്ഞ ജുനു അല്ല, ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടാ മതി. രാത്രിക്ക് എന്താ കിട്ടിയത്? എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ ചെടിയൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമാണ്, ഞാൻ വളർത്താറുണ്ടായിരുന്നു. പേരെണ്ണം എന്നിട്ട് അതിനെ പോയിട്ട് വെള്ളം കുടിക്കാറുണ്ടോ? ഓക്കെ, എന്താണ് കിട്ടിയത്? സാർ, എനിക്ക് കിട്ടിയത് ക്യാരറ്റ് ആണ്. ഞാൻ അതിന് അമ്മൂന്ന് പേരിടും. എനിക്ക് അമ്മുവാണ് അത് തന്നത്. അമ്മൂടി കൂടെ പേരിടല്ലേ? സാർ, എനിക്ക് കിട്ടിയത് സോയാണ്. സോയ തന്നത് സെറീനയാണ്. സോ അതിന് ഞാൻ ചെറിയെന്ന് പേരിടും. എനിക്ക് അമരംഗസ് എന്ന് പറയുന്ന ചെടിയാണ് കിട്ടിയത്. അമരക്ക. അപ്പൊ അതിന് അമർന്ന് പേരിടാൻ വിചാരിക്കും. വെരി ഗുഡ്. എനിക്ക് തണ്ണിമത്തനായിരുന്നു കിട്ടിയത്. മിത്തു എന്ന് വിളിക്കാം. അതെന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ? തണ്ണിമത്തനെ മിത്തു എന്ന് വിളിക്കാം. കണക്ട് ചെയ്യാം. ലാലേട്ട, എനിക്ക് കിട്ടിയ ഉലുവ ഞാൻ ജുനൈസിന് കൊടുത്തു. അനിയൻ എനിക്ക് ആ ഗംഗുരാസ് ആടിന്റെ തന്നു. പേരുണ്ടോ? നയനാന്നിട. വിഷ്ണു എന്താ കിട്ടിയ? വെള്ളരിക്ക. ഞാനത് കഴിക്കാറുള്ള ഒരു സാലഡായിട്ട് ഫുഡ് കഴിച്ചു. പേരിടോ? ഇതുവരെ ഇട്ടിട്ടുണ്ടെന്നുള്ള പേര്. ഇത് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാത്രം ഇതൊരു ശീലമാക്കൂ. ഒരുപാട് പ്ലാന്റ്സ് വളർത്തു. എന്റെ വീട്ടിൽ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ആണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത്രയും നിങ്ങൾക്ക് ഒരു കാര്യം വെറുതെ തരുന്നല്ല, ഹാബിറ്റ് ആക്കാൻ വേണ്ടിയാണ്. പ്ലാന്റ്സിനെ ഒരുപാട് സ്നേഹിക്കാൻ പഠിക്കണം. ആ പേര് പറഞ്ഞോ? കൂൾ ഗായ്. കാരണം വെള്ളരിക്ക നമ്മുടെ ബോഡിയെ കൂളാണ്. അതുകൊണ്ട് ഞാൻ കൂൾ ഗായ് എന്നുള്ള പേര് കൊടുത്തു. എന്തായിരുന്നു ഉൾട്ടാ ഡാൻസ്? ചിരു, നമുക്കൊരു ബെല്ലി ഡാൻസ്, ഒരു കാപ്പറ്റ് എല്ലാം മിക്സ് ചെയ്ത് ശാസ്ത്രീയമായി ഇത് ഡെയിലി ഡാൻസ് ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സുഖമായിട്ട് രാവിലെ ചെയ്താൽ എന്ത് ആൾക്കാർ വെറുതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്യണമെന്നുണ്ട്. ഒരു പാട്ട് ഒരു ഡാൻസ് ഒരു മ്യൂസിക് ഇട്ടേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെഴുതുമ്പോൾ ജനഭാരങ്ങൾ ചുമന്നും ശരീരങ്ങൾ തിരഞ്ഞും വിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകൽ തേടുമ്പം കുലുമായി. വേറെ ആർക്കെങ്കിലും ഡാൻസ് ചെയ്യാനുള്ള മൂടുണ്ടോ? റീഷയൊക്കെ എന്നാ റീഷാണ് പ്രേമമെന്നാലെന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു തന്നെ. പ്രേമമെന്നാലെന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു തന്നെ. കളികുട്ടാൻ പോകില്ല, പെണ്ണുങ്ങളെ കൈ കൊടുത്താലും പൂ എന്ന് പറഞ്ഞിട്ട് നീ തുകയറിയില്ല സുന്ദരി പെണ്ണേ. മലരെ അല്ല, മുണ്ടെടുത്തോണ്ട് ഒരു ഡാൻസ് കളിക്കാം. ഞാനെന്ത് കാണിക്കാനാണ്? നാട്ടിലുള്ളൊരു ഓട്ടോക്കാരന് ഓട്ടോ കിട്ടിയ ചങ്ങായി. ഓട്ടോ കിട്ടിയപ്പോൾ നോട്ട് കൊണ്ടവൻ കോട്ട് ചങ്ങായി. ആർക്കെങ്കിലും ഡാൻസ് ചെയ്യുന്നോ? ശരിനാ, അതെ തോന്നുന്നു ചോദിച്ചാൽ പിന്നെ പറയാത്ത ശരി വരൂ. ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. കുട്ടിത്തെ വങ്കേ കോലം കെട്ടിത്തുള്ളാരെ പൂജ മുട്ടയിരിക്കും ഞാൻ. അല്ല, ഇതിലെ ഏറ്റവും ജയിച്ച ഒരാളാണ് മിണ്ടാതിരിക്കണല്ലോ. ഇതുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് ഡാൻസ് ചെയ്യാം. ഒരു അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കണ്ണിക്കിളി നീ എന്നിൽ കൊണ്ടുവ വീശി നിന്നു. അന്നിക്കടവത്തെ അമ്പിളിക്ക് മുമ്പിൽ കള്ളിക്കുയിലായി പാടി തുള്ളിത്തിരകളും പിള്ളാർ കാറ്റിൽ മാനായി മാറി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കണ്ണിക്കിളി നീ എന്നിൽ
പൂം തൂവൽ വീശി നിന്നു. ഇങ്ങനെ ശോഭയ്ക്ക് തലയിൽ ഇതുകൊണ്ടെങ്കിൽ ശരിയാവില്ലേ? ശരി, ഈ സൈഡിൽ ആരെങ്കിലും ഒരാളാ നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തോളൂ. ജനേഷ് ഉണ്ട്, നാദിരയുണ്ട്. നല്ല കാര്യം ഡാൻസ് പറഞ്ഞേ. ഒരു കലക്കൻ മ്യൂസിക് കൊടുക്കും ജനേഷിന്. പഞ്ചായത്തിലെ താങ്ക് യു. അല്ല, ഇതൊക്കെ രസകരമായ ടാസ്കുകളല്ലേ? ഇതിലിപ്പോൾ ഇൻഹിബിഷന്റെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ മാറുകയെന്നുള്ളല്ലേ? ജയിലിൽ പോകാത്ത ആൾക്കാരുണ്ട് ആരുണ്ട് ഇവിടെ? പോയിട്ടില്ല? നിങ്ങൾ 3 പേരും പോയിട്ടില്ല? ഇല്ല സർ, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു സത്യമായിട്ടും. പക്ഷേ അനിയൻ അതിനകത്ത് കയറി കിടന്നില്ലേ കുറച്ച് ബൈ ഫോഴ്സ് അല്ലേ? ജയിലിൽ പോയ 2 പേരിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ജയിൽ, അവിനാഷ്? തുടക്കത്തിൽ ഫസ്റ്റ് ആദ്യം ജയിൽ വന്നപ്പോൾ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയത്. ഇപ്പം ഞാൻ First and last. ഫസ്റ്റ് ലാസ്റ്റ് സർ. ഭയങ്കര ഡിഫറൻസ് ആയിരുന്നോ? ഡിഫറൻസ് ആയിരുന്നു സാർ. അന്ന് ആഞ്ചലിന്റെ കൂടെയാണ് പോയത്, കുറേ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു. പ്രാവശ്യം വിഷ്ണു കൂടെയാണ് പോയത്. അപ്പോൾ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. പാവയുടെ ഉള്ളിൽ പഞ്ഞി നിറയ്ക്കാനുള്ളായിരുന്നു. അപ്പം മൂക്കിൽ അങ്ങോട്ടും നിങ്ങളുടെ പടമൊക്കെ കണ്ട് അല്ലേ? അതെ അതെ സാർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. വിഷ്ണു ആദ്യമായിട്ട് വേണോ? അല്ല സാർ, എനിക്ക് ജയിൽ പുതുമയായിട്ട് തോന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ജയിലിൽ പോയിരുന്ന ഒരാൾ ഞാനാണ്. അത്ര പ്രാവശ്യം പോയി? 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ പുതുമയൊന്നും തോന്നില്ല. പക്ഷേ പുതുമയായിട്ട് എനിക്ക് പ്രശ്നം ഒരു മണിയാറോ ഒരിക്കലും ജയിൽ ഒരിക്കലും ചോദിച്ചല്ലോ മണിയാറാണല്ലേ? നമ്മൾ ചോദിക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സുഖമില്ലാതിരിക്കുന്ന മണിയാറിലോട്ട് കയറ്റി. അതെ, അപ്പോൾ ഞാൻ കയറി പോയത് ഫുഡ് കഴിക്കാൻ പാടുന്ന ഡോക്ടർ ഞാൻ ഫ്രൂട്ട്സ് ആപ്പിളും ഓറഞ്ചൊക്കെ ആയിട്ടാണ് ഞാൻ കയറി പോയതും കൂടി. അങ്ങനെയാണ് സാധാരണ മണിയാർ സെറ്റപ്പിൽ ഞാൻ ആപ്പിൾ ഓറഞ്ച് കുറച്ച് ആപ്പിൾ പിന്നെ ഒരു ഗ്ലാസ് പാലൊക്കെ തന്നേക്കണായിരുന്നു അല്ലേ? പിന്നെ ഒരുപാട് എനിക്ക് അതിൽ പുതുമയായിട്ട് തോന്നിയത് കുറേ ഫോട്ടോസ്, നമ്മുടെ പഴയകാല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഭയങ്കര ചെറിയ ചെയ്തു. ഏറ്റവും കൂടുതൽ ജയിലിൽ പോയ ആളാണ് നാദിര. 2 പേരുണ്ട്. നാദിരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് പറയാം ജയിലിലെ. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ പറയാം.